ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായമാണ് ഇന്ന് രാത്രി നമ്മൾ ധ്യാനിക്കേണ്ടത്. പൊതുവെ അല്പം ബുദ്ധിമുട്ടുള്ളൊരു അധ്യായമെന്ന് ചിന്തിക്കാറുണ്ടെങ്കിലും നമുക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായത്താൽ ആ അധ്യായം ഒന്ന് ശ്രദ്ധിപ്പാനായിട്ട് നമുക്ക് തുനിയാം. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം. പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു, വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തന്റെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തനാക്കിയവളായി പെരുവെള്ളത്തിനുമേതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മാവിലൊരു മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടുംചുവപ്പുള്ള മൃഗത്തിന്മേലൊരു സ്ത്രീ ഇരിക്കുന്ന കണ്ടു. ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടുംചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നു രക്തം മുത്തും അണിഞ്ഞവളായി തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധി നിറഞ്ഞ സ്വർണ്ണപാനപാത്രവും കയ്യിൽ പിടിച്ചിരുന്നു. മർമ്മം മഹ്ദിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷിയുള്ള രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്ന ഞാൻ കണ്ടു. അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു. ദൂതൻ എന്നോട് പറഞ്ഞത്, നീ ആശ്ചര്യപ്പെടുന്നത് ഈ സ്ത്രീയുടെയും തലയേഴും 10 കൊമ്പും ഉള്ളതായി അവളെ ചുമക്കുന്ന മൃഗത്തിന്റെയും മർമ്മം ഞാൻ പറഞ്ഞുതരാം. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതുമാകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ഈ പുസ്തകത്തിൽ പേരെഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. അവ 7 രാജാക്കന്മാരുമാകുന്നു. 5 പേർ വീണുപോയി, ഒരുത്തനുണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞൊന്നിരിക്കേണ്ടതാകും. ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം 8-ാമത്തവനും 7 പേരിൽ ഉൾപ്പെട്ടവനും തന്നെ. അവൻ നാശത്തിലേക്ക് പോകുന്നു. നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ. അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോട് ഒന്നിച്ചൊരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കുന്നതാനും. അവർ ഒരേ അഭിപ്രായമുള്ളവർ. തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അവർ കുഞ്ഞാടിനോട് പോരാടും. താൻ കർത്താധികർത്താവും രാജാതിരാജാവും ആകൊണ്ട് കുഞ്ഞാടും തന്നോടുകൂടെയുള്ള വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശിയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. നീ കണ്ട 10 കൊമ്പും മൃഗവും വേശ്യയെ ദോഷിച്ച് ശൂന്യവും നഗ്നമാക്കി അവളുടെ മാംസം തിന്നുകളയും. അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ വചനം നിവൃത്തിയാകുവോളം തന്റെ ഹിതം ചെയ്യുവാനും ഒരേ അഭിപ്രായം നടത്തുവാനും തങ്ങളുടെ രാജ്യത്വം മൃഗത്തിന് കൊടുപ്പാനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു. നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്വമുള്ള മഹാനഗരം തന്നെ. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലെ വിഷയം രൂപകാലങ്കാരത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഫിഗറേറ്റീവ് സ്പീച്ചാണ്. സത്യങ്ങളെ മനസ്സിലാക്കി തരുവാൻ ദൈവം ഈ വിധത്തിൽ ഇവിടെ ഒരു സ്ത്രീയെ മൃഗത്തെയൊക്കെ അവതരിപ്പിച്ചിരിക്കുകയാണ്. 1-ാം വാക്യത്തില് യോഹന്നാനെ വിളിക്കുകയാണ്, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട്, വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത തന്റെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളെ പെരുവെള്ളത്തിന്മേലിരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം. ഇവളുടെ ന്യായവിധിയെ കാണിക്കുവാനായിട്ട് യോഹന്നാനെ വിളിക്കുകയാണ്. നമ്മൾ 16-ാം അധ്യായത്തിന്റെ 18-ഉം 19-ഉം വാക്യം വായിക്കുമ്പോൾ 7-ാമത്തെ ക്രോധകലശം ഒഴിക്കുന്നതിന് മുമ്പ് ഈ സംഭവം അല്ലെങ്കിൽ ഈ ന്യായവിധി നടന്നുവെന്ന് ചിന്തിക്കുന്നതാണ് ശരിയായിട്ടുള്ളത്. ഇവിടെ ന്യായവിധിയെ കാണിക്കുവാനായിട്ട് വിളിക്കുകയാണ്. ഇവിടെ നോക്കുക, ഇവിടെ പറഞ്ഞിരിക്കുന്ന രൂപകാലങ്കാരത്തില് വേശ്യാവൃത്തി ചെയ്ത് വേശ്യാവൃത്തിയുടെ മധ്യത്താൽ നമ്മൾ 5-ാം വാക്യത്തിൽ വരുമ്പോഴും മർമ്മം മഹ്ദിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ്, ഇങ്ങനെ ഒരു വേശ്യ എന്ന് പറഞ്ഞുകൊണ്ട് വചനത്തിൽ ഇവളെ അവതരിപ്പിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്കറിയാം ക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധം ഭാര്യ-ഭർത്തൃ ബന്ധം നെടലായിട്ടെടുക്കും. എഫേസ്യ ലേഖനത്തിലും വചനത്തിൽ ഉടനീളം കാണുന്നുണ്ട്. ഭാര്യ-ഭർത്താക്കന്മാരുടെ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് പറയുകയാണ്. മാത്രമല്ല ആ സഭ വചനത്തിൽ നമുക്കറിയാം അവളെ നിർമ്മല കന്യകയായിട്ട് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ഈ വേശ്യ എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്ത്രീയെ അവതരിപ്പിക്കുമ്പോൾ അത് മതപരമായ പാപത്തെ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. വളരെ വ്യക്തമായി വചനത്തിലൂടെ അങ്ങനെ മനസ്സിലാക്കി തരുന്നുണ്ട്. അനേക വേദവാക്യങ്ങളിൽ ഈ വിധത്തിൽ അവിശ്വസ്തതയുള്ളവരെ വേശ്യ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട്, ആത്മീക വ്യഭിചാരം ചെയ്തവരായിട്ട് അവരെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. വ്യക്തികളെക്കുറിച്ചും പട്ടണത്തെക്കുറിച്ചും രാഷ്ട്രത്തെക്കുറിച്ചും ആ ഒരു പദം കൊണ്ട് പറഞ്ഞിരിക്കുന്നത് വചനത്തിൽ കാണാൻ കഴിയും. യെശയ്യാപ്രവചനം 1:21 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, വിശ്വസ്ത നഗരം വേശ്യയായി തീർന്നിരിക്കുന്നത് എങ്ങനെ? വിശ്വസ്ത നഗരം അത് യെരുശലേം പട്ടണമാണ്. അവള് ദൈവത്തോട് കൂറുപുലർത്താതെ അവിശ്വസ്തത കാണിച്ച് മറ്റു രാജാക്കന്മാരെ വരിച്ചപ്പോൾ
അവൾക്ക് കൊടുത്ത പേരാണ് വിശ്വസ്ത നഗരം വേശ്യയായി തീർന്നത്. അങ്ങനെ യെരമ്യാ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ വരുമ്പോൾ ഇസ്രായേലിനോടുള്ള മൊത്തത്തിൽ അവളോട് പറയുന്നുണ്ട്, നീ വേശ്യയായി കിടന്നു എന്നവിടെ പറയുന്നു. അതുപോലെ എസെക്കിയേൽ 16-ന്റെ 8-ലും 17-ലും അത് തന്നെ പറയുന്നുണ്ട്. പുതിയ നിയമത്തിൽ വരുമ്പോൾ യാക്കോബ് 4:4 ആൽപ്പികമായ ദൈവത്തോട് കൂറുപുലർത്താതെ ലോകത്തെ സ്നേഹിക്കുന്നവരോട് അവരെ വിളിക്കുന്ന പദമാണ് വ്യഭിചാരിണികളായുള്ളവരെ. ലോകസ്നേഹം ദൈവത്തോട് ശത്രുതയാണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ വേശ്യാവൃത്തി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തോട് കൂറുപുലർത്താൻ ആൽപ്പികമായി ദൈവത്തിൽ നിന്ന് മാറിപ്പോയ ഒരുവളെയാണ് കാണിക്കുന്നത്. എന്നാൽ ഒന്നുകൂടെ നമുക്കിവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മുടെ മലയാള ഭാഷയിൽ നിന്ന് വ്യത്യസ്തമാണ് ഇംഗ്ലീഷ് ഭാഷ. ഇംഗ്ലീഷ് ഭാഷയില് വേശ്യ എന്ന് പറയണമെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ട പദം അഡൾട്ടറി എന്നാണ് ഉപയോഗിക്കേണ്ടത്. ലോകത്തില് അവളുടെ അഡൾട്ടറി കൊണ്ട് അവൾ ഭൂവാസികളെ അവളെ മലിനപ്പെടുത്തി എന്നാണ് പറയേണ്ടത്. എന്നാൽ ആ പദം ആ അധ്യായത്തിൽ ഉപയോഗിച്ചിട്ടില്ല. അതിന് പകരം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഫോർണിക്കേഷൻ എന്ന പദമാണ്. ദൈവത്തിന്റെ ആത്മാവ് എന്തിനത് ഉപയോഗിച്ചു എന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് അറിയാം, അഡൾട്ടറി എന്ന് പറയുന്നത് വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീ ചെയ്യുന്ന പാപമാണെങ്കിൽ, ഫോർണിക്കേഷൻ എന്ന് പറയുന്നത് വിവാഹിതയല്ലാത്ത ഒരു സ്ത്രീ ചെയ്യുന്ന പാപമാണ്. അപ്പോൾ ഇതിൽ നിന്ന്, ഈ പദത്തിൽ നിന്ന് തന്നെ ഇവിടെ പരിശുദ്ധാത്മാവ് ഫോർണിക്കേഷൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് നോക്കുക, ഒരു കാര്യം വ്യക്തമാണ്, ദൈവവുമായി യേശുക്രിസ്തുവുമായിട്ട് ബന്ധമില്ലാത്തവളായിരുന്നു ഇവളെന്ന് കാണുന്നുണ്ട്. ബന്ധമുള്ളവളായിരുന്നുവെങ്കിൽ നമ്മളിപ്പോൾ ഓർത്തതുപോലെ അഡൽട്ടറി എന്ന പാപമായിരുന്നു വരേണ്ടത്. അത് വരാതെ ഇവിടെ പരിശുദ്ധാത്മാവ് ഫോർണിക്കേഷൻ എന്ന പദം ഈ അധ്യായത്തിൽ ഉടനീളം ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ പറയുന്ന മതസംഹിത ദൈവവുമായിട്ട് യേശുക്രിസ്തുവുമായിട്ട് ബന്ധമുള്ളവളല്ലായിരുന്നു എന്ന് പൂർണ്ണമായി നമുക്കതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ക്രിസ്തുവിന്റെ സഭ നിർമ്മല കന്യകയാണ്. ഇവളെ ഇവിടെ വിളിച്ചിരിക്കുന്നത് വേശ്യ എന്നാണ്. ക്രിസ്തുവിന്റെ സഭ അവൾ വിശുദ്ധിയാണ്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, സകല മ്ലേച്ഛതകളും നിറഞ്ഞിരിക്കുന്നു അവൾ. ക്രിസ്തുവിന്റെ സഭയുടെ കയ്യിൽ രക്ഷയുടെ പാനപാത്രമാണെങ്കിൽ ഇവിടെ നമ്മൾ വായിക്കുന്നു സ്വർണ്ണപാനപാത്രം, മ്ലേച്ഛതകൾ നിറഞ്ഞ സ്വർണ്ണപാനപാത്രം പിടിച്ചിരിക്കുന്നു. വീണ്ടും നമ്മള് സഭയെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയാൽ കറയും കളങ്കവുമില്ലാത്തവളായി അവളെ അവന്റെ സന്നിധി നിർത്തുന്ന ഒരു സന്ദർഭമുണ്ട്. അവളെ കർത്താവ് ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവളുടെ നെറ്റിയിൽ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. ആ നെറ്റിയിൽ എഴുതിയിരിക്കുന്ന എന്നാണ്? മർമ്മം മഹതിയാം ബാബിലോൺ, വേശ്യകളുടെയും മ്ലേച്ഛതകളുടെയും മാതാവെന്ന് നെറ്റിയിൽ തന്നെ എഴുതിയിരിക്കുന്നു. ദൈവസഭ നിർമ്മല കന്യക. ഇവൾ ദൈവത്തോട് കൂറുപുലർത്താത്ത ഒരു കൂട്ടർ മാത്രമല്ല, ദൈവത്തിന്റെ ജനത്തിന്റെ ക്രിസ്തുവിന്റെ സഭയുടെ നാവിൽ സ്തോത്രങ്ങളുടെയും സ്തുതികളുടെയും സ്തോത്രങ്ങൾ ഉയരുമ്പോൾ ഇവിടെ നോക്കുക, അവളുടെ വാക്കുകളില് ദൂഷണനാമങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ദൈവത്തെ ദുഷിക്കുന്ന നാമം അവൾ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. 5-ാം വാക്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ 5-ാം വാക്യത്തിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുക, മർമ്മം മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ്. അതും നമ്മുടെ മലയാള ഭാഷയിൽ ഒരു വാക്ക് വിട്ടുപോയി, ഭൂമിയിലെ മ്ലേച്ഛതകളുടെ മാതാവ് എന്നാണ്. ദ ഓൾ എർത്ത് എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിൽ ആ ഒരു പദം വിട്ടുപോയി, ഭൂമിയിൽ എന്നുള്ള പദം വിട്ടുപോയി. ഇങ്ങനെയാണ് അത് വായിക്കേണ്ടത്, മർമ്മം മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും ഭൂമിയിലെ മ്ലേച്ഛതകളുടെയും മാതാവ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മ്ലേച്ഛതയ്ക്ക് ഉത്ഭവം കൊടുത്ത മാതാവ് എന്നാണ് അതിന്റെ ആശയം. എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്നാൽ ഈ മ്ലേച്ഛത എന്നുള്ള പദം ബൈബിളിൽ വിഗ്രഹാരാധനയുള്ള ബന്ധത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 1 രാജാക്കന്മാർ 11-ാം അധ്യായം നോക്കി. 1 രാജാക്കന്മാർ 11-ാം അധ്യായം 1 രാജാക്കന്മാർ 11-ാം അധ്യായത്തിന്റെ 5-ാം വാക്യവും 7-ാം വാക്യവും നോക്കുമ്പോൾ, ശലോമോൻ സീദോന്യദേവിയായ അസ്തരോത്തിനെയും അമോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മിൽക്കോമിനെയും ചെന്ന് സേവിച്ചു. 7-ാം വാക്യം, അന്ന് ശലോമോൻ യെരൂശലേമിനെതിരെയുള്ള മലയിൽ മോവാബ്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ ഖേമാശിനും അമോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മേലേക്കിനും ഓരോ പൂജാഗിരി പണിതു. മ്ലേച്ഛ വിഗ്രഹം. അപ്പോൾ ഈ മ്ലേച്ഛത എന്ന് പറഞ്ഞിരിക്കുന്നത് വിഗ്രഹാരാധനയോടുള്ള ബന്ധത്തിലാണ്. വചനത്തിൽ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ആരാണ് ഈ വേശ്യ എന്നിവിടെ പറഞ്ഞ് വചനത്തിൽ ഈ മർമ്മം മഹതിയാം ബാബിലോൺ എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചിരിക്കുന്ന ഇവൾ ആരാണ്? നമുക്കതിന്റെ 7-ാം വാക്യം നോക്കാം. ദൂതൻ എന്നോട് പറഞ്ഞത്, നീ ആശ്ചര്യപ്പെടുന്നത് എന്ത് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടണ്ട. ഈ സ്ത്രീയുടെയും 7 തലയും 10 കൊമ്പും ഉള്ളതായി അവളെ ചുമക്കുന്ന മൃഗത്തിന്റെയും മർമ്മം ഞാൻ പറഞ്ഞു തരാം. നീ അത്ഭുതപ്പെടണ്ട, ഞാൻ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരാം എന്ന് പറയുമ്പോൾ ഇവളെക്കുറിച്ചുള്ള മർമ്മം പറഞ്ഞു തരാം. മർമ്മം എന്നുള്ള പദം അവിടെ വന്നിട്ടുണ്ട്. എന്താണ് ഈ മർമ്മം എന്ന് പറഞ്ഞാൽ? മറിഞ്ഞു കിടക്കുന്ന സത്യം, വ്യക്തമായി വെളിപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ ദൈവസഭയെയും മർമ്മമായി പറഞ്ഞിട്ടുണ്ട്. എഫേസ്യ ലേഖനം 3-ന്റെ
ആദ്യത്തെ 5 വാക്യങ്ങള് 5-ാം അധ്യായത്തിന് 32-ാം വാക്യത്തിലൊക്കെ സഭയെക്കുറിച്ച് പറയുന്നു. ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് പറയുകയാണ്. പഴയ നിയമത്തിൽ പിതാക്കന്മാർക്കും പ്രവാചകന്മാർക്കും അറിയപ്പെട്ടിട്ടില്ലാത്ത മർമ്മം പൗലോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നു. എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട് 3-ാം അധ്യായത്തിലും 5-ാം വാക്യത്തിലും സഭയെക്കുറിച്ചുള്ള സത്യങ്ങൾ പഴയ നിയമത്തിൽ വെളിപ്പെട്ടിരുന്നില്ല. ജാതികളും യഹൂദന്മാരും ഒന്നായി ദൈവത്തിന് മാറുന്നു എന്നുള്ള സത്യം പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിയിരുന്നില്ല. അതൊരു മർമ്മമായി പൗലോസിന് വെളിപ്പെട്ടു. മറഞ്ഞുകിടന്ന സത്യമാണ് മർമ്മം എന്ന്, മിസ്റ്ററി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും ഇവളെ സംബന്ധിച്ച് ഈ വായിക്കുന്നതല്ല, ഇതിന്റെ അകത്തന്തർലീനമായി കിടക്കുന്ന ഒരു സത്യമുണ്ട്. അത് മാർമിക സത്യമാണ്. ആ സത്യം ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാം, പറഞ്ഞു തരാമെന്ന് ദൂതൻ യോഹന്നാനോട് പറയുകയാണ്. ഇനി നമുക്കതിന്റെ ചരിത്രത്തിലേക്ക് നോക്കാം. മർമ്മം മഹദിയാം ബാബിലോൺ. ഈ ബാബിലോണിന്റെ ഉത്ഭവം എവിടെയാണ്? അവിടെ തൊട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ അധ്യായത്തിന്റെ വിഷയം നമുക്ക് വ്യക്തമായി ഗ്രഹിക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ബാബിലോണിന്റെ ഉത്ഭവം യൂഫ്രട്ടസും ടൈഗ്രീസും നദി ചേരുന്ന ഷീനാർ എന്ന് പറയുന്ന ബാബേലിന്റെ ആ പ്രതലത്തിലാണ് ബാബേലിന്റെ ഉത്ഭവം ആരംഭിക്കുന്നത്. നമ്മള് വീണ്ടും തിരുവചനം പഠിച്ചു നോക്കിയാൽ സകലവിധമായ തെറ്റായ മതങ്ങളുടെയും വിഗ്രഹാരാധനയുടെയും ഒക്കെ ഉറവിടം, ഉത്ഭവം എന്ന് പറയുന്നത് ഈ ബാബേലിലായിരുന്നു. അല്ലെങ്കിൽ കൽദയരുടെ അവിടെ നിന്നാണ് ഇതിനൊക്കെ ഉത്ഭവം കുറിപ്പിച്ചത്. അതുകൊണ്ടാണ് അതിന് പേര് പറഞ്ഞത് മർമ്മം മഹദിയാം ബാബിലോൺ. മറഞ്ഞുകിടക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുകയാണ്. നമുക്ക് പഴയ നിയമത്തിലേക്ക് ഒന്ന് കണ്ണ് ഓടിച്ച് അതിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ഒക്കെ ഒന്ന് ഓടിച്ച് നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം എടുത്താട്ടെ. ഇത് മർമ്മമാണെന്ന് പറഞ്ഞു. ആ മാർമിക സത്യം മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് നമുക്ക് നോക്കാം. 10-ാം അധ്യായത്തിന്റെ 8 തൊട്ട് 10 വരെയുള്ള വാക്യത്തില് കൂശ് നിർമ്മോദിനെ ജനിപ്പിച്ചു. ആരാണ് ഈ കൂശ്? നോഹയുടെ 3 പുത്രന്മാരിൽ അതിന്റെ 6-ാം വാക്യത്തില് ഹാമിന്റെ പുത്രന്മാരിൽ കൂശിനെ പറഞ്ഞു. ഹാം, ഷേം, ഹാം, യാഫത്ത്. അപ്പൊ നോഹയുടെ 2-ാമത്തെ പുത്രനായ ഹാമിന്റെ മകൻ കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. 8 തൊട്ട് തന്നെ വായിക്കാം. കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിൽ ആദ്യവീരനായിരുന്നു. അവൻ യഹോവയുടെ മുമ്പാകെ നായാട്ടുവീരനായിരുന്നു. അതുകൊണ്ട് യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ടുവീരൻ എന്ന് പഴഞ്ചൊല്ലായി. അവന്റെ രാജ്യത്തിന്റെ ആരംഭം ഷീനാർ ദേശത്ത് ബാബേൽ. അപ്പോൾ ഇവന്റെ രാജ്യത്തിന്റെ ആരംഭം ഷീനാർ ദേശത്ത് ബാബേൽ. ഇതിന് ആരംഭം കുറിച്ച വ്യക്തി നിമ്രോദാണ് ആരംഭം കുറിച്ചത്. നിമ്രോദിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു, അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു, നായാട്ടുവീരനായിരുന്നു, ആദ്യത്തെ വീരനായിരുന്നു. അവനെ കുറിച്ച് പഠിച്ചിട്ടുള്ളവർ ഇങ്ങനെ പറയുന്നു, യഹോവയുടെ മുമ്പാകെ ഒരു നായാട്ടുവീരൻ. നമുക്ക് പത്രോസിനുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞു, നീ എന്നെ അനുഗമിക്കാൻ ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കുമെന്ന് പറഞ്ഞു. മീൻ പിടിച്ച് നടന്നവനെ മനുഷ്യനെ പിടിക്കുന്നവനാക്കുകയാണ്. അതിന്റെ ആശയം എന്താണ്? മനുഷ്യനെ വാസ്തവത്തിൽ കർത്താവിന് വേണ്ടി നേടിയെടുക്കുന്ന വ്യക്തിയാണ് മനുഷ്യനെ പിടിക്കുന്നവനാക്കുമെന്ന് പറഞ്ഞു. ഈ നിമ്രോദ് ദൈവത്തിന് മുമ്പാകെ ആദ്യവീരനായിരുന്നു, നായാട്ടുവീരനായിരുന്നു. മനുഷ്യരെ അവൻ ദൈവത്തിൽ നിന്ന് അകത്തിക്കൊണ്ടുപോയി പിടിച്ചെടുത്തവനായിരുന്നു. നമുക്ക് അല്പം കൂടി അവനെ കുറിച്ച് നോക്കാം. 11-ാം അധ്യായത്തിൽ വരുമ്പോൾ ആദ്യത്തെ 4 വാക്യങ്ങൾ പഠിച്ചു നോക്കിയാൽ ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം, എ ടവർ പണിയുകയാണ്. സ്വർഗത്തിലേക്കെന്നല്ല അതിന്റെ ആശയമെന്നാണ്. അവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഈ ഷീനാർ ദേശത്തില് ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയുമ്പോൾ ആ ഗോപുരം പണിതതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നക്ഷത്രങ്ങളെ പഠിച്ചുകൊണ്ട് ആസ്ട്രോളജിയുടെ ആരംഭം. ആകാശ നക്ഷത്രങ്ങളെ 12 ആയിട്ട് വേർതിരിച്ചുകൊണ്ട് കൽദയരുടെ ഒരു വലിയ പഠനമായിരുന്നു. സ്റ്റാർസ്, നക്ഷത്രങ്ങൾ മനുഷ്യന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നെന്നും ഈ നക്ഷത്രങ്ങൾക്ക് പേര് പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ പേരുകൾ കൊടുത്ത് അവയെ കോഡ് ചെയ്തുകൊണ്ട് 12ആയി തിരിച്ച് സോഡിയക്ക് മുതലായ അങ്ങനെയുള്ളൊരു വ്യവസ്ഥിതി കൊണ്ടുവന്നത് ഈ കാലത്താണ്. ഈ ബാബേലിന്റെ ഉത്ഭവത്തിന്റെ കാലത്ത്, നിമ്രോദിന്റെ കാലത്താണെന്ന് വേദപണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിന്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ അവർ കാണിക്കുകയാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ വചനത്തിൽ നിന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. യെശയ്യാ പ്രവചനം 47-ാം അധ്യായം എടുക്കാം. യെശയ്യാ പ്രവചനം 47-ാം അധ്യായം, ഐശയ്യാ 47. ഇപ്പൊ നമ്മൾ ചിന്തിച്ചതിന്റെ, അതായത് ആകാശത്തിലെ നക്ഷത്രങ്ങളെ വേർതിരിച്ച് ആസ്ട്രോളജിക്ക് ഉത്ഭവം കൊടുപ്പിച്ച ഈ ബാബേലിന്റെ ഭരണത്തെക്കുറിച്ച് നമുക്ക് 47-ാം അധ്യായത്തിന്റെ 12ഉം 13ഉം വാക്യം നോക്കിയാൽ, നീ ബാല്യം മുതൽ അധ്വാനിച്ച് ചെയ്യുന്ന നിന്റെ മന്ത്രവാദം കൊണ്ടും ക്ഷുദ്രപ്രയോഗങ്ങൾ കൊണ്ടും പെരുപ്പം കൊണ്ടും ഇപ്പോൾ നിന്നുകൊള്ളുക.
പക്ഷേ ഫലിക്കും, പക്ഷേ നീ പേടിപ്പിക്കും, നിന്റെ ആലോചന ബാഹുത്യം കൊണ്ട് നീ വലഞ്ഞിരിക്കുന്നു. ജ്യോതിഷക്കാരും നക്ഷത്രം നോക്കുന്നവരും നിനക്ക് വരുവാനുള്ള മാസാന്തരം അറിയിക്കുന്നവരും ഇപ്പോൾ എഴുന്നേറ്റ് നിന്നെ രക്ഷിക്കട്ടെ. നോക്ക, ഇവിടെ വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നീ ബാല്യം മുതൽ അധ്വാനിച്ചു. എന്തിനധ്വാനിച്ചു? മന്ത്രവാദങ്ങളെ, ക്ഷുദ്രപ്രയോഗങ്ങളെ, ജ്യോതിഷക്കാരെ, നക്ഷത്രക്കാരെ, ഇത് നോക്കുന്നവരെയൊക്കെ നിന്റെ ബാല്യം മുതൽ നീ ഇതിനു വേണ്ടി അധ്വാനിച്ചു. അപ്പോൾ ആരാണ് ഇതിനു വേണ്ടി അധ്വാനിച്ചത്? ബാബേലിൽ നിമ്രോദ് പണിതുയർത്തിയ ബാബേലിലാണ് ബാല്യം. ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു, ബാല്യം മുതൽ നീ ഇതിനു വേണ്ടി അധ്വാനിച്ചു. ഇതിന്റെയൊക്കെ ആരംഭം കുറിച്ച സ്ഥലം അവിടെയാണ്. ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ പത്രങ്ങളിലും മാസികകളും ഒക്കെ ഉണ്ടല്ലോ, സ്റ്റാർസ് ഒക്കെ, നക്ഷത്രങ്ങളെ കുറിച്ചുള്ള ആ സോഡിയൊക്കെ ഉപയോഗിച്ച് ഓരോ ആഴ്ചത്തെ വാരഫലങ്ങള് ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മറക്കരുത്. ജ്യോതിഷക്കാരും നക്ഷത്രം നോക്കുന്നവരും മന്ത്രവാദക്കാരും ക്ഷുദ്രം ചെയ്യുന്നവരും ഇങ്ങനെ നക്ഷത്രങ്ങളെ വേർതിരിച്ചുകൊണ്ട് മനുഷ്യന്റെ ഭാവിയെ ഇവ നിയന്ത്രിക്കുന്നുവെന്ന് പഠിപ്പിച്ചു കൊണ്ടുവന്നത് നീയാണ്. നിന്നിലാണ് ഇതിന്റെ ആരംഭം കുറിച്ചത്. ബാല്യം മുതൽ നിന്നിൽ അത് കണ്ടു. ഈ ഗോപുരം പണിത് സ്വർഗത്തെ ദൈവസന്നിധിയിൽ കയറി ചെല്ലാനല്ല അവർ ഗോപുരം പണിതത്. ആകാശത്തോളം എത്തുന്ന ഗോപുരം പണിത് നക്ഷത്ര രാശികളുടെ വ്യതിയാനങ്ങൾ മനസ്സിലാക്കി അവര് അതിന് പേരുകൾ കൊടുത്തുകൊണ്ട് അവിടെ ഈ ക്ഷുദ്രപ്രയോഗങ്ങളും ആസ്ട്രോളജിയൊക്കെ ആരംഭിക്കുകയാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് 13 നമ്മൾ വായിച്ചപ്പോൾ മർമ്മമാണിത്, മിസ്റ്ററിയാണ്, ഇത് മറിഞ്ഞു കിടക്കുന്ന ഒരു മർമ്മമാണ്. ഇത് ക്രിസ്ത്യ സമൂഹത്തിൽ വന്ന് ചേർന്ന ചരിത്രം നമുക്ക് ഓടിച്ചു നോക്കാം. എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടെ ഓർപ്പിച്ചു കൊള്ളട്ടെ. ഈ അധ്യായത്തിൽ ഇവളോട് ആരോടാ പറയുന്നത്? ബാബേൽ പുത്രി. 1-ാം വാക്യം നോക്കി. ബാബേൽ പുത്രിയെ കന്യകെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് വരുന്ന ന്യായവിധിയെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ 5-ാം വാക്യത്തില് നിന്നെ ഇനി രാജ്യങ്ങളുടെ തമ്പുരാട്ടി എന്ന് വിളിക്കത്തില്ലേ, രാജ്യങ്ങളുടെ തമ്പുരാട്ടി എന്ന് വിളിക്കത്തില്ലേ. ആ വാക്ക് ഇംഗ്ലീഷിൽ വായിച്ചാൽ ദ ലേഡി ഓഫ് കിങ്ഡംസ്, ന്യൂ ഇന്റർനാഷണൽ വേർഷനിൽ ക്യൂൻ ഓഫ് കിങ്ഡം, രാജ്യങ്ങളുടെ റാണി. രാജ്യങ്ങളുടെ റാണി, കാവൽ മാലാഖയെ പോലെ ഇരിക്കുന്ന രാജ്യങ്ങളുടെ റാണി. ഇത് കുറച്ചുകൂടെ നമ്മൾ അപഗ്രഥിച്ചു പഠിച്ചു നോക്കിയാൽ, ചരിത്രത്തോടുള്ള ബന്ധത്തിൽ അവയെ അപഗ്രഥിച്ച് മുന്നോട്ട് പോയാൽ മറ്റൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ രാജ്യങ്ങളുടെ തമ്പുരാട്ടി എന്നുള്ള പേര്, ഈ വിധത്തിലുള്ള പേര് എവിടെ നിന്ന് ആരംഭിച്ചെന്ന് ചോദിച്ചാൽ ഇതും ബാബേലിൽ നിന്ന് ആരംഭിച്ചതാണ്. ആകാശത്തിന്റെ രാജ്ഞി, എനിക്ക് തോന്നുന്നത് ഈ അധ്യായത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. ആകാശരാജ്ഞി, ആകാശരാജ്ഞിക്ക് അവര് ക്യൂൻ ഓഫ് കിങ്ഡംസ്, അവര് പല കാഴ്ചകളും മറ്റും വെക്കുന്നതായിട്ട് തന്നെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. നിമ്രോദ് ഇതിന് ആരംഭം കുറിച്ചപ്പോൾ നിമ്രോദിന്റെ ഭാര്യയുടെ പേര് സെമിറാമീസ് എന്നായിരുന്നു. ഈ സെമിറാമീസിനെയാണ് ആകാശരാജ്ഞി എന്ന് വിളിച്ചത്. എന്നാൽ നിമ്രോദ് മരിച്ചുപോയി. നിമ്രോദിന്റെ ഭാര്യ നിമ്രോദ് മരിച്ച ശേഷവും ഗർഭം ധരിച്ച് അവളൊരു മകനെ പ്രസവിക്കുന്നു. അവൾ ലോകത്തെ പറഞ്ഞു മനസ്സിലാക്കി ഇത് വാഗ്ദത്ത സന്തതിയാണ്. അവള് പുരുഷൻ മൂലമല്ല ഗർഭം ധരിച്ചത്, ഇത് വാഗ്ദത്ത സന്തതിയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം വാഗ്ദത്തം ചെയ്ത സന്തതിയാണ് ഇതെന്ന് അവൾ പറഞ്ഞ് പല രാജ്യങ്ങളിൽ പല പേരിൽ അറിയപ്പെട്ടു. അവൾ ആകാശരാജ്ഞി എന്നുള്ള പേരെടുത്തപ്പോൾ ആ പേര് വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത നാമത്തിൽ അറിയപ്പെടാൻ തുടങ്ങി. ഈ ബാബേലിൽ നിന്ന് അത് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ നോഹയുടെ ജലപ്രളയ ശേഷം ആളുകൾ ലോകത്തിൽ പടർന്നുപോയപ്പോൾ, ഈ ഹാമിന്റെയും മറ്റ് സന്തതികൾ ലോകത്തിലോട്ട് പരന്നപ്പോൾ, ഈ പരന്നുപോയ കൂട്ടത്തിൽ ഇവയും കൂടെ അവർ കൊണ്ടുപോയി. ലോകത്തിൽ ആകമാനം ഇത് പടർന്നു. ഞാനതിനെക്കുറിച്ച് ഇങ്ങനെ വായിച്ചു മനസ്സിലാക്കി. കനാനിൽ അസ്തറോത്ത് എന്നറിയപ്പെട്ടത് ഈ ആകാശരാജ്ഞിയാണ്. ഈജിപ്തിലെ ഇസീസ് എന്നറിയപ്പെട്ടു. ബാബിലോണിൽ ഇസ്താർ എന്നറിയപ്പെട്ടു. എഫസോസിൽ ഡയാന എന്നറിയപ്പെട്ടു. റോമിൽ മിനർവ എന്നറിയപ്പെട്ടു. ഇന്ത്യയിൽ താര എന്നറിയപ്പെട്ടു. ഗ്രീസിൽ അഥേന എന്നറിയപ്പെട്ടു. ഇങ്ങനെ പല പേരിൽ അറിയപ്പെട്ട ഒരു സ്ത്രീയെ ആരാധിക്കുന്നത് ആകാശരാജ്ഞി ബാബേലിൽ ഉത്ഭവിച്ചതാണ്. അവളുടെ മകന് കനാനിൽ ബാലെന്നും, ഈജിപ്തിൽ ഹോറൂസ് എന്നും, ഗ്രീസിൽ സെങ്ങെന്നും, റോമിൽ ജൂപ്പിറ്റർ എന്നും, ഇങ്ങനെ പേർഷ്യയിലെ മിത്രീസ് എന്നും, ലോകത്തിലെ അനേക സ്ഥലങ്ങളിൽ ഈ കുഞ്ഞിനെ വ്യത്യസ്ത പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഒരു അമ്മയും കുഞ്ഞും ആരാധിക്കുന്നത് ഉത്ഭവം കുറിച്ചതും ബാബയിൽ നിന്ന് ഉത്ഭവം കുറിച്ചതാണ്. വ്യത്യസ്ത പേരിൽ വ്യത്യസ്ത രാജ്യങ്ങളിൽ അതറിയപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങളോട് മറുതലിച്ച് നിന്നുകൊണ്ട് ഒരു കൗണ്ടർഫൈറ്റ് റിലീജിയൻ, ഒരു തെറ്റായ മതത്തിന് ആരംഭം കുറിക്കുന്നത് ഈ ബാബേലിലാണ്.
ഉൽപ്പത്തി പുസ്തകം 10-11 അധ്യായത്തില് നാം കാണുകയാണ്. അവരെ കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ പുരോഹിതന്മാരെ കുറിച്ച് ഇങ്ങനെ വായിച്ചാൽ അറിയാം. അവരുടെ പുരോഹിതന്മാർക്ക് വലിയ സ്ഥാനങ്ങളായിരുന്നു. രാജാക്കന്മാരെ പോലെയുള്ള സ്ഥാനങ്ങളും ചില സന്ദർഭങ്ങളിൽ അവർ രാജാക്കന്മാരായി ഭരിച്ചവരുമാണ് ഇവരുടെ പുരോഹിത വർഗം. ഈ പുരോഹിത വർഗം ലോകത്തെ പറഞ്ഞു മനസ്സിലാക്കി ലോകത്തിലുള്ള ഏറ്റവും വലിയ ജ്ഞാനം അവരുടെ പക്കലാണ്. രഹസ്യങ്ങൾ അവരുടെ പക്കലുണ്ട്. അത് വെളിപ്പെടുത്തുവാൻ കഴിയും. ദിവ്യ രഹസ്യങ്ങൾ. ഒരാള് ഈ ബാബിലോണ്യ മതത്തിൽ ചേരണമായിരുന്നെങ്കിൽ ഈ ബാബിലോൺ മതപുരോഹിതന്മാരുടെ അടുക്കൽ കുമ്പസാരിക്കണമായിരുന്നു, അല്ലെങ്കിൽ ഏറ്റുപറയണമായിരുന്നു. അങ്ങനെ ഏറ്റുപറഞ്ഞ് ഈ മതത്തിൽ ആളുകൾ ചേരുമ്പോൾ ഇവരുടെ ഒരു സ്വാധീനത അവരുടെ മേൽ വരികയും അവർക്ക് ഇവർ അടിമപ്പെട്ടു പോവുകയും ചെയ്യുകയായിരുന്നു. അവരുടെ മഹാപുരോഹിതൻ അവർ കൊടുത്ത പേര് പൊന്തീഫ്. പ്രധാനപ്പെട്ട വ്യക്തി പൊന്തീഫ് എന്ന് വിളിച്ചിരുന്നു. ഈ പുരോഹിതന്മാർക്ക് വലിയ സ്ഥാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കൊരു കാര്യം അറിയാം. മേദ്യപാർശ്വര് അതിനെ പിടിക്കുമ്പോൾ ബാബിലോൺ നശിപ്പിക്കുന്നത് വരെ സാത്താന്റെ ഇരിപ്പിടം എന്ന് പറയുന്നത് ബാബിലോൺ ആയിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് തന്നെ നമുക്ക് വെളിപ്പെടുത്തി. വെളിപ്പാട് 2:12-13 വാക്യത്തില് പെർഗമോസിനെ നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, ഇത് സാത്താന്റെ സിംഹാസനമുള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ബാബേലിൽ നിന്ന് അത് പെർഗമോസിലോട്ട് മാറ്റി. പെർഗമോസിലെ രാജാവ് എന്ന് പറയുന്നത് അവൻ രാജാവും മഹാപുരോഹിതനുമായിരുന്നു. അതായത് ഈ മതത്തിന്റെ, ഈ ബാബിലോണ്യ മതം നോക്കുക, പെർഗമോസിലോട്ട് മാറ്റപ്പെടുകയും അവിടുത്തെ രാജാവും മഹാപുരോഹിതനുമായി അറ്റലസ് എന്ന് പറയുന്ന ആള് അത് വഹിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അദ്ദേഹം മരിച്ചപ്പോൾ അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ പുരോഹിതന്മാർ ഈ മതവുമായിട്ട് ഇറ്റലിയിലേക്ക് കടന്നു വന്നു. ഇറ്റലിയിലെ അവരുടെ മഹാപുരോഹിതന്മാരും പുരോഹിതന്മാരും ധാരാളമായി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പിന്നീട് അല്പം കൂടെ കഴിയുമ്പോൾ റോമിന് ഈ അവകാശവും ഈ സ്ഥാനവും കിട്ടുന്നതായിട്ട് നാം കാണുന്നു. റോമൻ സാമ്രാജ്യത്തിന്, റോമൻ സീസർമാരിൽ ജൂലിയസ് സീസറാണ് ആദ്യമായിട്ട് ഈ മതത്തിന്റെയും തലവനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. ജൂലിയസ് സീസർ റോമൻ എംപറർ ആയിരുന്നു. അദ്ദേഹം റോമൻ ചക്രവർത്തിയായിരുന്നു. എന്നാൽ AD 376 മറ്റൊരു സംഭവം നടന്നു. ഈ തലക്കെട്ട് ഗ്രേഷ്യൻ എന്ന് പറയുന്ന രാജാവ് നിഷേധിച്ചു. ഈ ജാതീയ പുരോഹിതത്വത്തിന്റെ ഈ തലക്കെട്ട് ഒരു റോമൻ ചക്രവർത്തി ക്രിസ്തീയ മതത്തോടുള്ള ബന്ധത്തിൽ അദ്ദേഹം അത് നിഷേധിച്ചപ്പോൾ റോമിന്റെ സഭയുടെ ബിഷപ്പിനെ തെരഞ്ഞെടുത്ത് ആ ബിഷപ്പ് ദവാസ്യൂസിന് ആ സ്ഥാനം കൊടുക്കുകയാണ്. ഈ മതത്തിന്റെയും തലക്കെട്ട് അദ്ദേഹത്തിന് കൊടുത്തു. ഞാൻ ഇങ്ങനെ വായിക്കുകയുണ്ടായി, ദവാസ്യൂസിനെ തെരഞ്ഞെടുക്കുവാനായിട്ട് ഏറ്റവും പ്രേരിപ്പിച്ചത് കർമ്മേൽ പർവ്വതത്തിലെ സന്യാസിമാരുടെ സംഘമാണ്. AD 360 ഈ കർമ്മേൽ സന്യാസിമാർ എവിടെ നിന്ന് വന്നെന്ന് ചോദിച്ചാൽ വചനത്തിൽ നമ്മൾ കാണുന്നത് പോലെ ഇസബേലിന്റെ പുരോഹിതന്മാരാൽ സ്ഥാപിക്കപ്പെട്ടതായിരുന്നു കർമ്മേൽ സന്യാസി മഠം. ഈ കർമ്മേൽ സന്യാസിമാർ AD 360 റോമൻ അധികാരികളെ സ്വാധീനപ്പെടുത്തി റോമൻ ചക്രവർത്തിയായ ഗ്രാത്യൻ അത് ഈ തലക്കെട്ട് വേണ്ട, ഈ മതത്തിന്റെ തലവനായിട്ട് മഹാപുരോഹിതനായിട്ട് ഇരിക്കുന്ന വേണ്ട എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അത് റോമൻ മതത്തിന്റെ തലവനായ ബിഷപ്പിന്, ആ ബിഷപ്പിന്റെ പേരാണ് നമ്മൾ ഓർത്തത്, ദവാസ്യോസിന് ആ സ്ഥാനം കൊടുക്കുവാൻ കർമ്മേൽ പുരോഹിതന്മാർ അധ്യധ്വാനം ചെയ്തു. അങ്ങനെ നോക്കുക, ബാബേലിൽ ആരംഭിച്ച മതത്തിന്റെ തലവനായിട്ട് ക്രിസ്തീയ സഭയുടെ തലവനായ ബിഷപ്പിന് ആ തലക്കെട്ട് കിട്ടുകയാണ്. അദ്ദേഹത്തിന് അത് കിട്ടുക മാത്രമല്ല, ഈ റോമൻ മതത്തിന്റെ തലവനായി എന്ന് പറഞ്ഞാൽ റോമൻ സാമ്രാജ്യത്തിന്റെ മതമായി ക്രിസ്തുമതം തീർന്നു. ആ ക്രിസ്തുമതത്തിന്റെ തലവനായ ബിഷപ്പിന് ഈ തലക്കെട്ടൂടെ കെട്ടിയപ്പോൾ അദ്ദേഹത്തിന് ജാതീയ മതങ്ങളുടെ മാത്രമല്ല ക്രിസ്തീയ മതങ്ങളുടെയും ഔന്നത്യം ലഭിക്കുന്ന ഒരു പദവിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അതോടുള്ള ബന്ധത്തിൽ ഈ ജാതീയ ആചാരങ്ങളും അവിടെ കടന്നു വന്നു. കന്യമറി ആരാധന കടന്നു വന്നത് AD 381 ഈ കാലഘട്ടത്തിലാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ബാബേലിൽ നമ്മൾ ഓർത്തതുപോലെ അമ്മയും കുഞ്ഞിനെയും ആരാധിക്കുന്ന ആ പ്രവണത അവിടെ നിന്ന് ലോകത്തിൽ അനേക മതങ്ങളിൽ വ്യാപരിച്ച് ഈ മതത്തിന്റെ തലവനായി റോമിലെ ബിഷപ്പിനെയും തെരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ ഈ ക്രിസ്തീയ സഭയ്ക്കുള്ളിലും കന്യമറിയമിനെയും കുഞ്ഞിനെയും ആരാധിക്കുന്നത് AD 380 കടന്നു വന്നു. അന്ന് ഈസ്റ്റർ അല്ലെങ്കിൽ ഇഷ്ടാൻ എന്ന് പറയുന്ന ബാബിലോൺ ദേവിയുടെ അല്ലെങ്കിൽ ആകാശരാജ്ഞിയുടെ സ്ഥാനപ്പേരിൽ ക്രിസ്ത്യാനികൾ ഏറ്റെടുത്ത ഒരു കാര്യമായിരുന്നു ഈസ്റ്റർ എന്ന് പറയുന്ന ആചാരവും. കുരിശടയാളം, കൊന്ത,
ബ്രഹ്മചര്യ, പട്ടം വെട്ടൽ, സന്യാസിമഠം, വിശുദ്ധ വെള്ളം, ബലിപീഠം, മെഴുകുതിരി, ഇങ്ങനെയുള്ള പാപ്പ വസ്ത്രം, മുത്ത്, രത്നങ്ങള്, ഇങ്ങനെ സഭയ്ക്ക് അലങ്കൃതമായി മനുഷ്യനെ ആകർഷിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ക്രിസ്തീയ സഭയിലോട്ട് കടന്നു വരുന്നു. നാം ഓർക്കണം, അന്ന് മറ്റ് സഭകളില്ല. അന്ന് ലോകത്തിലാകെയുള്ള ക്രിസ്തീയ സഭ റോമൻ ക്രിസ്തീയ സഭയേ ഉള്ളൂ. റോമൻ സാമ്രാജ്യത്തിന്റെ ക്രിസ്തു മതമേ ഉള്ളൂ. അവര് ഇത് മുഴുവൻ വാസ്തവത്തിൽ ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ ക്രിസ്തീയ സഭയ്ക്കുള്ളിൽ ഈ ജാതീയ ആചാരങ്ങൾ മുഴുവൻ കടന്നു വരുവാനായിട്ട് ഇടയായി മാറിയപ്പോൾ വെളിപ്പാട് ദിവസം 17-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ ഞാൻ ആ മർമ്മം പറഞ്ഞു തരാം എന്ന് പറയുമ്പോൾ അത് വെളിപ്പെടുത്തുന്നതായി നാം വായിക്കുന്നു. 7-ാം വാക്യം നോക്കിയാട്ടെ, നീ ആശ്ചര്യപ്പെടണ്ട, മർമ്മം ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് 9-ാം വാക്യം നോക്കിയേ, ഇവിടെ ജ്ഞാനബുദ്ധി ഉണ്ട്, തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാണ്. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്, ചിന്തിക്കേണ്ടത് ആവശ്യമാണ്, ജ്ഞാനം ആവശ്യമാണ്. കാരണം ഈ തല എന്ന് പറയുന്നത് സ്ത്രീ ഇരിക്കുന്ന 7 മലയാണ്. അതിന്റെ 18-ാം വാക്യം നോക്കിയേ, നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്വമുള്ള മഹാനഗരമാണ് എന്ന് പറഞ്ഞു. നമുക്ക് സംശയമില്ലാതെ ഒരു കാര്യം അറിയാം, 7 മലയിൽ ഉയർത്തപ്പെട്ട പട്ടണം റോമൻ പട്ടണമാണ്. റോമൻ പട്ടണമാണ് 7 മലയിൽ പണിയപ്പെട്ട പട്ടണം. 7 മലയുടെ പേരുകളും ഞാൻ കുറിച്ചെടുത്തിട്ടുണ്ട്. പലാറ്റിനം, കൊരിനാലം, അവന്റനിയും, കെലീയം, വിമതലം, ഇസ്ക്വലിനും, ജാനുക്കുലറ. 7 മല, റോം എന്ന് പറഞ്ഞാൽ 7 മലയിൽ പണിയപ്പെട്ട പട്ടണമാണ്. ആ കാലത്ത് ഇറക്കിയിട്ടുള്ള നാണയങ്ങളിൽ 7 മല, 7 ഹിൽഡ് സിറ്റി എന്നുള്ള മുദ്ര പതിപ്പിച്ചിരിക്കുന്ന കാണാൻ സാധിക്കുന്നു. നോക്കുക, ഇവിടെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ റോമിന്റെ പരമാധികാരം ഇന്ന് കൊള്ളുന്ന അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് വത്തിക്കനാണ്. അത് റോമിലാണ്, വത്തിക്കനാണ്. ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, ഭൂരാജാക്കന്മാരുടെ മേൽ അധികാരമുള്ള മഹാനഗരമാണിത്. ഇവിടെ ജ്ഞാനബുദ്ധി ആവശ്യമാണ്. ഇന്നും റോമിന്റെ പാപ്പായ്ക്ക് ഒരു തലക്കെട്ടുണ്ട്, പൊന്തിഫസ് മാക്സിമസ്. ആ തലക്കെട്ട് എവിടെ നിന്ന് വന്നു? ഈ ബാബിലോൺ പുരോഹിതന്മാര്, മഹാപുരോഹിതന്റെ തലക്കെട്ടായിരുന്നു പൊന്തിഫസ്. പൊന്തിഫസ് മാക്സിമസ് എന്ന് പറഞ്ഞാൽ ചീഫ് ബ്രിഡ്ജ് ബിൽഡർ, പാലം പണിയുന്നവൻ, പ്രധാനമായി പാലം പണിയുന്നവൻ, മരിച്ചവരെയും ജീവിക്കുന്നവരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നവൻ. അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന്റെ ഔന്നത്യം. അദ്ദേഹം പാപ്പയായിട്ട് അവരോധം നടത്തുമ്പോൾ കൊറോനേഷൻ വസ്ത്രം, ആ വസ്ത്രത്തിന്റെ വില എത്രയെന്നറിയാമോ? $3 ലക്ഷം. ഇന്നൊരു റോമൻ പാപ്പയാകുമ്പോൾ അദ്ദേഹത്തെ ധരിപ്പിക്കുന്ന കൊറോണേഷൻ ഡ്രസ്സ്, ആ ഡ്രസ്സിന്റെ വില $3 ലക്ഷം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എവിടെ നിന്ന് ഇതൊക്കെ വന്നു? എവിടെ നിന്ന് ഇതൊക്കെ വന്നു? ഇവിടെ നമ്മളിപ്പോൾ വായിച്ച പോലെ അവൾ വേശ്യകളുടെ മാതാവാണ്. ഈ മർമ്മമായി കിടക്കുന്ന ബാബിലോൺ വേശ്യമാരുടെ മാതാവാണ്. 17-ന്റെ 10-ാം വാക്യം നോക്കിയാട്ടെ, അവ 7 രാജാക്കന്മാരുമാകുന്നു. 5 പേർ വീണുപോയി, ഒരുത്തനുണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞൊന്ന് ഇരിക്കേണ്ടതാണ്. 11-ാം വാക്യം, ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം 8-മത്തവനും 7 പേരിൽ ഉൾപ്പെട്ടവനും തന്നെ, അവൻ നാശത്തിലേക്ക് പോകുന്നു. നോക്കുക, ഇവ 7 രാജാക്കന്മാരുമാണെന്നും വെളിപ്പെടുത്തി. 7 മല മാത്രമല്ല, 7 രാജാക്കന്മാരുമാണ്. ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഈ അസിറിയൻ എംപയർ, അതായത് അശൂർ സാമ്രാജ്യത്തിന്റെ ഉത്ഭവം കുറിച്ചത് നിമ്രോദിൽ നിന്നാണെന്ന് പറയുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു സ്ഥാപകനായിട്ട് പോലും ചിന്തിക്കാം. അശൂർ സാമ്രാജ്യത്തിന്റെ ഉത്ഭവം, അവിടെ നിന്ന് മന്ത്രവാദങ്ങളും ഈ ആഭിചാരങ്ങളും അതുപോലെ തന്നെ ആസ്ട്രോളജി എല്ലാം കടന്നു വന്ന് ഈ അസിറിയയുടെ പ്രധാനപ്പെട്ട പട്ടണമായിരുന്നു നിനവെ പട്ടണം. നഹൂം പ്രവചനം 3:4 നമ്മൾ വായിക്കുന്നു. ആ പട്ടണത്തെ ദൈവം നശിപ്പിക്കാനായിട്ട് തുടങ്ങിയാണ്. എന്ന് പറഞ്ഞാൽ ആ പട്ടണം ഒക്കൽട്ട്, അതായത് മന്ത്രവാദത്തിൽ വളരെ പ്രസിദ്ധി ആർജിച്ച് മന്ത്രവാദങ്ങളും ക്ഷുദ്രപ്രയോഗങ്ങളും ചെയ്ത് നിറഞ്ഞൊരു പട്ടണമായി മാറിയപ്പോൾ ആ പട്ടണത്തെ ദൈവം നശിപ്പിക്കാൻ തുടങ്ങുകയും യോനാ പ്രവാചകനെ അവിടേക്ക് അയക്കുകയും ചെയ്ത് നമ്മൾ കാണുന്നു. നമുക്ക് അതിന്റെ ശേഷം ലോകത്തിൽ 2ാമത് വന്ന വലിയ സാമ്രാജ്യമാണ് ഈജിപ്ഷ്യൻ എംപയർ. ഈജിപ്ഷ്യൻ എംപയറിനെ കുറിച്ച് പഠിച്ചാൽ നമുക്കറിയാം, പിരമിഡുകൾ അവർ പണിത പിരമിഡുകൾ ഇന്നും സാക്ഷ്യം വഹിക്കുന്നു. ആ പിരമിഡിനെ കുറിച്ച് പഠിച്ചവർ അത്ഭുതപ്പെട്ടു പോകും. അത് മുഴുവൻ നക്ഷത്രങ്ങളുടെ രാശികളും നക്ഷത്രങ്ങളുടെ ചലനങ്ങളും സൂര്യന്റെ ഗതികളും അനുസരിച്ചാണ് അതിന്റെ ആംഗിളുകളും അതിന്റെ കാര്യങ്ങളും പണിതിരിക്കുന്നത്. മാത്രമല്ല, ദൈവം തന്റെ ജനത്തെ വിടിവിക്കാൻ മോശെ പറഞ്ഞയക്കുമ്പോൾ അവിടെ നോക്കുക, എത്രയോ മന്ത്രവാദികൾ, എത്രയോ ശക്തിയുള്ള മന്ത്രവാദികൾ എവിടെ നിന്ന് ഇത് ആരംഭിച്ചു? ബാബേലിൽ നിന്ന് ആരംഭിച്ചു. ആ ബാബേൽ സാമ്രാജ്യത്തെ മേദ്യരും പാർശ്വരും പിടിച്ചെടുത്തു. അവർ പിടിച്ചെടുത്തപ്പോൾ ഈ വിദ്യകൾക്കൊന്നും ഒരു വ്യത്യാസം വന്നില്ലേ? ആ സാമ്രാജ്യത്തിലും അതുണ്ടായിരുന്നു. അതിന്റെ ശേഷം ഗ്രീക്ക് സാമ്രാജ്യം, അലക്സാണ്ടർ ആ സാമ്രാജ്യം പിടിച്ചെടുത്തപ്പോൾ ഗ്രീക്ക് കൾച്ചറും
ഗ്രീക്കിന്റെ എഴുത്തുകളും ഒക്കെ നമ്മൾ വായിച്ചാൽ വിഗ്രഹങ്ങളെ നിറഞ്ഞ് ഈ കാര്യങ്ങൾ മുഴുവൻ അവിടെയും നിലനിൽക്കുന്നത് അതിന്റെ ഉത്ഭവം കുറിച്ചിരിക്കുന്നത് ബാബേലിൽ നിന്നാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ്, അവ 7 രാജാക്കന്മാരാണ്, 5 പേർ വീണുപോയി. 5 പേർ വീണുപോയി. ആരൊക്കെയാണ്? അസറിയൻ എംപയർ, ഈജിപ്ഷ്യൻ എംപയർ, ബാബിലോണിയൻ എംപയർ, മേദ്യപാർഷ്യൻ എംപയർ, ഗ്രീക്ക് എംപയർ. 5 രാജാക്കന്മാർ, രാജ്യങ്ങൾ വീണുപോയി. ഒരുത്തനുണ്ട്, അതാരാണ്? റോമൻ സാമ്രാജ്യം. ഒരുത്തനുണ്ട്. മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ നവോത്ഥാനമാണ്. അവൻ കുറഞ്ഞു നിൽക്കേണ്ടതായിരുന്നു. അതായത് റോമിനൊരു നവോത്ഥാനവും അതിൽ നിന്ന് എഴുന്നേൽക്കുന്ന അന്തിക്രിസ്തുവിനെയും കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ വന്നില്ല, വന്നാൽ കുറഞ്ഞൊന്ന് ഇരിക്കണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഇതിന്റെ 11-ാം വാക്യം വായിച്ചാൽ, ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം 8-ാമത്തവനും 7 ഉൾപ്പെട്ടവനുമാണ്. ഇത് ഭയങ്കര ചിന്താക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം എന്ന് പറഞ്ഞാൽ മൃഗം ഉണ്ടായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം വന്നിരിക്കുന്നത്. ഇത് ഒരുപാട് ആശയങ്ങളും ഒരുപാട് ചിന്തകളും ഒക്കെ ആളുകളുടെ മധ്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്ന് പലരും അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായി. എന്നാൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ച ഏറ്റവും പ്രധാനമായ ഒരു വ്യാഖ്യാനം നമ്മുടെ YS സാറും മറ്റും പറഞ്ഞിരിക്കുന്ന പോലെ യൂദയോടുള്ള ബന്ധത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ യൂദ, ഇവിടെ നോക്കിയേ, നമ്മളെ 11-ാം ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം ഉണ്ടായിരുന്നു. യോഹന്നാൻ ഇത് AD 95 എഴുതുമ്പോൾ ഇല്ലായിരുന്നു. യൂദയെക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞു. യോഹന്നാൻ 6-ാം അധ്യായത്തിൽ പറഞ്ഞു, നിങ്ങളിൽ ഒരുത്തൻ ഒരു പിശാചാണ്. അപ്പോസ്തലപ്രവൃത്തി 1:24 യൂദയെക്കുറിച്ച് പറഞ്ഞു, അവൻ തന്റെ സ്ഥാനത്തേക്ക് പോയി. അവൻ എങ്ങോട്ടാ പോയത്? അവൻ പാതാളത്തിലോട്ട് പോയി. ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം. YS സാറ് പറയുന്നത് ശരീരാത്മദേഹികളിൽ ഉണ്ടായിരുന്ന യൂദയിൽ ഒരു പാതാളത്തിൽ നിന്നുള്ള ഒരു സാത്താൻ പ്രവേശിക്കുകയും അതിന്റെ ശേഷം അവൻ കർത്താവിനെ ഒറ്റിക്കൊടുക്കുകയും അവൻ മരിച്ചുപോയപ്പോൾ, തൂങ്ങിച്ചത്തപ്പോൾ അവന്റെ ആത്മാവ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിലില്ലായിരുന്നു, പാതാളത്തിലേക്ക് പോവുകയും ഇവിടെ നമ്മൾ വായിക്കുന്ന പോലെ വീണ്ടും അവൻ എഴുന്നേറ്റ് വരികയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇനിയും അന്തിക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോഴും അന്തിക്രിസ്തുവിൽ വ്യാപരിക്കുന്ന ആത്മാവും യൂദയിൽ വ്യാപരിച്ച ആത്മാവായിരിക്കും എന്ന് കരുതുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും ഇനി വരാനിരിക്കുന്നതുമായ മൃഗം എന്ന് പറയുമ്പോൾ ഈ ആത്മാവിനോടുള്ള ബന്ധത്തിലാണ് അവൻ നാശത്തിലേക്ക് പോകുവാനായിട്ട് വരുന്നതെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഏതായാലും അത് പലവിധമായ അഭിപ്രായങ്ങളും വ്യാഖ്യാനങ്ങളും വേദപണ്ഡിതന്മാരുടെ ഉള്ളതുകൊണ്ട് ചിന്തയ്ക്കായിട്ട് ആ വിഷയം വിടുകയാണ്. നമുക്ക് വീണ്ടും 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് നോക്കിയാട്ടെ. 1-ാം വാക്യത്തില് ദൂതൻ പറയുന്ന മറ്റൊരു കാര്യം നമുക്ക് വാക്യം നോക്കാം. 1-ാം വാക്യം, വരിക ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്തു. ആരോടാണ്? ഭൂമിയിലെ രാജാക്കന്മാരോട്. ഒരു കാര്യം നമുക്കറിയാം, ദൈവസഭയെ ലോകത്തിൽ നിന്ന് വേർതിരിച്ചതാണ്. കർത്താവ് ക്രൂശിൽ മരിക്കുന്നത് ഗലാത്യലേഖനത്തിൽ വായിക്കുന്നു, ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. പലപ്പോഴും നമ്മൾ ഓർത്തിട്ടുണ്ട്, പെസഹ കുഞ്ഞാടിനെ അറക്കുന്നത് സംഹാരദൂതന്റെ കയ്യിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി മാത്രമല്ല, ഈജിപ്തിൽ നിന്നുകൂടെ അവരെ വിടുവിക്കാനായിരുന്നു. മിസ്രൈമിൽ നിന്നുകൂടെ വിടുവിപ്പാനാണ്. ആ മിസ്രൈം ലോകത്തിന്റെ ചിത്രമാണ്. കർത്താവ് ക്രൂശിൽ മരിക്കുന്നത് നമ്മുടെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കുക മാത്രമല്ല, നമ്മളെ ലോകത്തിൽ നിന്ന് വേർതിരിക്കുക, തനിക്ക് വേണ്ടി ഒരു കൂട്ടം ആളുകളെ വേർതിരിക്കുക. യോഹന്നാൻ 17 കർത്താവ് പറയുന്നില്ലേ, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. ആസ് ഐ ആം നോട്ട് ഓഫ് ദ വേൾഡ്, ദേ ആർ ഓൾസോ നോട്ട് ഓഫ് ദ വേൾഡ്. അവർ ലോകക്കാരല്ല. നമ്മൾ അന്യരും പരദേശികളുമാണ്. നമ്മളിവിടെ അല്പകാലം ജീവിച്ച് നമ്മുടെ ആയുഷ്കാലം ചെലവഴിക്കുന്നവരാണ്. ഇവിടെ ഈ വേശ്യയെക്കുറിച്ച് പറയുമ്പോൾ അവൾ ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്തെന്ന് മാത്രമല്ല, ആ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കി, ഇൻടോക്സിക്കേറ്റ് ചെയ്യിച്ചു. എന്ന് പറഞ്ഞാൽ മത്ത് പിടിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് സുബോധം നഷ്ടപ്പെടുന്നു. മത്ത് പിടിച്ചു കഴിഞ്ഞാൽ അവൻ ശരിയായിട്ടുള്ള മാർഗത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തു പോകുന്നു. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് ഇത് രേഖപ്പെടുത്തിയത് ആശയസമ്പുഷ്ടമായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ഭൂവാസികളോട് ഇടപെട്ട് ഈ ലോകത്തിൽ അധികാരങ്ങൾക്ക് വേണ്ടി വെമ്പൽ കൊണ്ട ഒരു മതസംഹിത. കഴിഞ്ഞ നാളുകളിലെ ചരിത്രം എടുത്തു നോക്കിയേ, റോമൻ ചക്രവർത്തിമാരോട് ചേർന്ന് ഈ ലോകത്തെ ഭരിക്കുവാൻ തുനിഞ്ഞ റോമൻ സഭ അല്ലെങ്കിൽ ക്രിസ്തീയ സഭ ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്തു. അവർക്ക് ലോകത്തിൽ വലിയ സ്ഥാനങ്ങളും വലിയ മഹത്വവും ഒക്കെ നേടുവാൻ കഴിഞ്ഞു. ഇന്നും ലോകത്തിലെ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പാപ്പാമാരെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം.
ഒരു ലോകമതവും ഒരു ലോക സാമ്രാജ്യവും ഏകലോകവും കെട്ടിപ്പടുത്തുവാൻ കഴിഞ്ഞുപോയ ജോൺ പോൾ രണ്ടാമൻ അധ്വാനിച്ചത് നമുക്ക് വളരെ വ്യക്തമാണ്. 80-ലധികം രാജ്യങ്ങളിൽ ആഗോളം സഞ്ചരിച്ചുകൊണ്ടൊരു ഏകലോക മതവും ഒരു ഏകലോക ഭരണവും ഉണ്ടാക്കുവാനായിട്ട് ജോൺ പോൾ രണ്ടാമൻ തീവ്രയത്നം ചെയ്തു. റോമൻ സഭയുടെ അജണ്ടയിൽപ്പെട്ട കാര്യമാണ്. ഇവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്നു, ഭൂമിയിലെ രാജാക്കന്മാരോട് ഇടപെട്ടു. അവളുടെ വേശ്യാവൃത്തിയുടെ മദ്യം കൊണ്ട് ഭൂമിയിലുള്ള മനുഷ്യരെ മത്തുപിടിപ്പിച്ചു. ആ മത്തുകൊണ്ട് മനുഷ്യന് അവന്റെ നിയന്ത്രണം നഷ്ടമായി. സത്യത്തിൽ നിന്ന് നമ്മൾ ഡീവിയേറ്റ് ചെയ്തു പോവുകയാണ്. ഇന്നും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ മതസംഹിതയിൽ പെട്ടിരിക്കുന്ന ആളുകളെ എന്തോ ഈ മത്ത് പിടിച്ചിരിക്കുന്ന പോലെ അവരതിൽ നിന്ന് വിട്ടുപോരുവാൻ സാധ്യമല്ലാതെ ഒരു ഇൻടോക്സിക്കേഷനിൽ, ഒരു മത്തിൽ അകപ്പെട്ടിരിക്കുന്ന പോലെ കാണാൻ കഴിയുന്നു. വചനത്തിൽ വെറുതെ അല്ല അത് പറഞ്ഞിരിക്കുന്നെന്നുള്ള ശ്രദ്ധിക്കുക. വീണ്ടും നമ്മളിവിടെ വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുകയാണ്. 14-ാം വാക്യത്തിൽ വരുമ്പോൾ അവരവസാനം എന്താ ചെയ്യുന്നതെന്നറിയാമോ? അവർ കുഞ്ഞാടിനോട് പോരാടും. താൻ കർത്താവും രാജാതിരാജും ആകൊണ്ട് കുഞ്ഞാടൻ തന്നോടുകൂടെ വിളിക്കപ്പെട്ടവർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ, വിശ്വസ്തന്മാർ അവരെ ജയിക്കും. കുഞ്ഞാടിനോട് പോരാടും. ഇവരാരാണ്? ക്രിസ്ത്യാനികളാണ്. ഇവരാരോടാ പോരാടുന്നത്? യേശുക്രിസ്തുവിനോടാണ്. കുഞ്ഞാടിനോട് ഇവർ പോരാടും. അന്തിമമായി ഈ മതങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു വരും. യഥാർത്ഥ സഭ എടുത്തുകൊള്ളപ്പെട്ട് കഴിയുമ്പോൾ, ഈ മതങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു വന്നു കഴിയുമ്പോൾ, യേശുക്രിസ്തുവിന്റെ ആളുകളാണെന്ന് അവകാശപ്പെടുന്നവർ പ്രത്യക്ഷമായി യേശുക്രിസ്തുവിനോട് യുദ്ധത്തിന് കടന്നു വരും. എന്തൊരു ഭയങ്കരമാണെന്ന് നോക്കിയേ. അവസാനമായിട്ട് അവനോട് തന്നെ യുദ്ധം ചെയ്തു. ഇന്നും ആരോടാ അവർ യുദ്ധം ചെയ്യുന്നത്? കർത്താവിനോടാണ്. കർത്താവിന്റെ കാര്യങ്ങളും കർത്താവിന്റെ ഉപദേശങ്ങളും അവർ വാസ്തവത്തിൽ തച്ചുടയ്ക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. നോക്കുക, അവരെത്രയോ പേരെ കൊന്നു. ഇവിടെ നമ്മളത് വായിക്കുന്നുണ്ട്. അവരുടെ കയ്യിലുള്ള പാത്രം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. 6-ാം വാക്യം നോക്കി, വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷിയുള്ള രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്ന ഞാൻ കണ്ടു. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷിയുള്ള രക്തവും, പഴയ നിയമ വിശുദ്ധന്മാരുടെയും പുതിയ നിയമ വിശുദ്ധന്മാരെയും കൊന്നൊടുക്കിയ മതസംഹിത. ഇംഗ്ലീഷിലോട്ട് ബൈബിൾ വിവർത്തനം ചെയ്ത വിക്ലിഫിനെ അവർ കൊന്നു. എത്രയോ വ്യക്തികളെ മതത്തിന്റെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിൽ അവർ കൊന്നുകളഞ്ഞു. എത്രയോ പീഡകൾ അനുഭവിക്കേണ്ടി വന്നു. മാർട്ടിൻ ലൂതർ, നവോത്ഥാനത്തിന്റെ പിതാവായ മാർട്ടിൻ ലൂതറിന് പോലും അവിടുത്തെ ഭരണകൂടം കൊടുത്ത സുരക്ഷിതത്വം കൊണ്ടാണ് തന്റെ ജീവൻ അവർക്ക് എടുത്തു കളയുവാൻ കഴിയാതെ ജീവിച്ചത്. മാർട്ടിൻ ലൂതറിന് പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. അല്ലായിരുന്നെങ്കിൽ മാർട്ടിൻ ലൂതറിനെയും അവർ കൊന്നേനെ. എത്രയോ വിശുദ്ധന്മാരെ അവർ കൊന്നു. ഇവിടെ നമ്മൾ വ്യക്തമായി വായിക്കുന്നു, വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കൊണ്ട് അവൾ മത്തുപിടിച്ചിരിക്കുകയാണ്. അനേക ആത്മാക്കളെ അവൾ കൊന്നുകളഞ്ഞു. എന്നാൽ ഇവിടെ വീണ്ടും ശ്രദ്ധിപ്പാൻ കഴിയുന്ന ഒരു കാര്യം, ദൈവം യോഹന്നാനെ ഇതൊക്കെ കാണിക്കാൻ കൊണ്ടുവന്ന് എങ്ങോട്ടാണെന്നറിയാമോ? നമ്മൾ വായിക്കുന്നു, ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. നമ്മൾ നോക്കിയേ, അവിടെ വായിക്കുന്നുണ്ട്. 3-ാം വാക്യം, അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. ദൈവത്തിന്റെ ആത്മാവ് ഒരു വാക്കുപോലും അവിചാരിതമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. മരുഭൂമിയിലോട്ട് കൊണ്ടുപോയി. ദൈവസഭ മരുഭൂമിയുടെ അനുഭവമല്ല. മരുഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്? ആവർത്തനം 32:10, ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശം. ജെരമ്യാവ് 2:6, പാഴ്നിലം, കുഴികളുള്ള സ്ഥലം, കൂരിരുട്ടുള്ള സ്ഥലം, മനുഷ്യന് സഞ്ചാരയോഗ്യമല്ലാത്ത സ്ഥലം. ജെരമ്യാവ് 12:10 ദൈവത്തിന്റെ മുന്തിരിത്തോട്ടത്തെ മരുഭൂമിയാക്കി തീർത്ത ഇടയന്മാരെ കുറിച്ച് പറയുന്നു. അനേകം ഇടയന്മാർ എന്റെ മുന്തിരിത്തോട്ടം നശിപ്പിക്കുകയും എന്റെ ഓഹരിയെ ചവിട്ടിക്കളയും എന്റെ മനോഹരമായ ഓഹരിയെ ശൂന്യമായ മരുഭൂമിയാക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിന്റെ മുന്തിരിത്തോട്ടമായിരുന്നു ഇസ്രയേൽ. ആ ഇസ്രയേലിനെ നയിച്ച വ്യക്തികൾ ആ മുന്തിരിത്തോട്ടത്തെ മരുഭൂമിയാക്കിയെന്ന് പറഞ്ഞാൽ ആത്മീകമായി ഒന്നുമില്ലാത്തൊരു പ്രതലമാക്കി. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മെക്കുറിച്ച് നാം 1 പത്രോസ് 2:25 വായിക്കുന്നു, പരിചയമുള്ള വാക്യം. നാം രക്ഷിക്കപ്പെട്ട നമ്മൾ ഇന്ന് ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായെങ്കിലേക്ക് മടങ്ങി വന്നു. 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞു, അവൻ യഹോവയുടെ ഇടയനാണ്, അവൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുകയാണ്. നോക്കുക, യഥാർത്ഥമായി ദൈവസഭ ആ പുൽമേടുകളിൽ മേയുന്ന അനുഭവമാണ് ദൈവത്തിന്റെ വചനമാകുന്ന പുൽമേട്. ആ 23-ാം സങ്കീർത്തനത്തെ കുറിച്ച് വ്യാഖ്യാനിച്ചിട്ടുള്ള പണ്ഡിതന്മാർ ഇങ്ങനെ പറയുന്നു, അവൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുന്നു എന്ന് പറയുമ്പോൾ ആ പച്ചപ്പുല്ല് ആ ആടുകൾ കാർന്നു തിന്നുമ്പോൾ വീണ്ടും ഇള പുല്ലുകൾ കിളിർത്തു വരുന്ന പോലെ ദൈവത്തിന്റെ വചനമാകുന്ന പുൽമേടിൽ അവരെ മേയ്ക്കുമ്പോൾ, അവരത് കാർന്നു തിന്നുമ്പോൾ വീണ്ടും പുതിയ പുതിയ ഇലകള് അതിൽ നിന്ന് കിളിർത്തു വരുന്ന പോലെ ഈ വചനത്തിന്റെ മാധുര്യം ആസ്വദിച്ച് ഭക്ഷിച്ചയവിറക്കി തൃപ്തിയടഞ്ഞ് ഉന്നത മേടുകളിൽ കിടക്കുന്ന ആടുകളാണ് കർത്താവിന്റെ ആടുകൾ. അവയെക്കുറിച്ച് വായിക്കുന്നു, ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായും. എന്നാൽ ഈ സഭയെക്കുറിച്ച് പറയുന്നത് എന്താ? ഇവർ മരുഭൂമിയിലാണ്.
യാതൊരു ആത്മീകമായ കാര്യങ്ങളും അവർക്ക് അവിടെ ലഭിക്കുന്നില്ല. എന്നാൽ അവര് മത്തുപിടിച്ചിരിക്കുകയാണ്. ഇൻടോക്സിക്കേഷൻ, അതിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളത് അവർക്ക് അസാധ്യമായിരിക്കുന്നു. എന്തൊരു ഭയങ്കരമാണെന്ന് നോക്കി. 3-ാം വാക്യത്തിൽ യോഹന്നാനെ മരുഭൂമിയിൽ കൊണ്ടുപോയപ്പോൾ കടുംചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ സ്ത്രീ ഇരിക്കുന്ന കണ്ടു. അവളും ധരിച്ചിരിക്കുന്നത് നോക്കി എന്താണ്? ധൂമ്രവർണ്ണവും കടുംചുവപ്പുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു. അവളും ധരിച്ചിരിക്കുന്നത് ചുവപ്പ് വസ്ത്രമാണ്. മനുഷ്യന്റെ കണ്ണിനെ ഏറ്റവും ആകർഷിക്കുന്ന നിറം, മനുഷ്യന്റെ കണ്ണിനെ പിടിച്ചെടുക്കുന്ന നിറമാണ് ചുവപ്പ് നിറം. നോക്കാം, മൃഗം ചുവന്നതാണ്, അതിന്റെ പുറത്തിരിക്കുന്ന സ്ത്രീയും ഈ ചുവപ്പ് നിറം കൊണ്ട് അണിഞ്ഞിരിക്കുകയാണ്. ആ നിറത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. കുഞ്ഞാട് 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഒരു ചുവന്ന കുരുത പ്രത്യക്ഷപ്പെട്ടു. സമാധാനം എടുത്തു കളഞ്ഞു. യുദ്ധങ്ങളുടെയും രക്തപ്പുഴയുടെയും ചിത്രമാണ് ആ ചുവപ്പ് നിറം. മനുഷ്യന്റെ കണ്ണിനെ ആകർഷിക്കുന്ന നിറം. ദൈവത്തിന്റെ സഭ നിർമ്മല കന്യകയായി അവൾ വിശുദ്ധിയുടെ വസ്ത്രം ധരിക്കുമ്പോൾ ഇവിടെ അവൾ ചുവന്ന വസ്ത്രം ധരിച്ച് മനുഷ്യനെ ആകർഷിക്കുന്നവളായിട്ട് നമുക്ക് അവളെ കാണാനായിട്ട് സാധിക്കുന്നു. റോമൻ സഭയുടെ പാപ്പാമാരുടെ വസ്ത്രത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർ പറയുന്നു, വിവിധമായ 5 നിറമുള്ള കടുംചുവപ്പ് വസ്ത്രം കൊറോണേഷനിലും മറ്റും അവർ ധരിക്കും. 5 നിറമുള്ള കടുംചുവപ്പ് നിറമുള്ള വസ്ത്രങ്ങൾ. $3 ലക്ഷം ആ വസ്ത്രത്തിന്റെ വില തന്നെ കൽപ്പിച്ചിരിക്കുന്നത്. ഭൂമിയിലെ ഭൂവാസികളെ അവള് മത്തുപിടിപ്പിക്കുന്നു, ആകർഷിക്കുന്നു. 4-6 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്ന വർണ്ണന ശ്രദ്ധിച്ചു നോക്കിയാൽ പ്രാകൃത മനുഷ്യനെ, രക്ഷിക്കപ്പെടാത്ത മനുഷ്യനെ അവളിലോട്ട് ആകർഷിച്ച് അവനെ മത്തുപിടിപ്പിച്ച് അവനെ കുടിപ്പിച്ച് അവന്റെ സുബോധം നഷ്ടമാക്കി ഈ സിദ്ധാന്തത്തിൽ അടിമപ്പെടുത്തുന്ന ഒരു വലിയ സിദ്ധാന്തമാണ്. അവളെ ദൈവം ന്യായം വിധിക്കുന്ന ന്യായവിധി ഇവിടെ കാണിച്ചു തരികയാണ്. ഇന്ന് രാത്രിയില് നമ്മളിന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ മധ്യത്തിലുള്ള പലരും വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ഒരു മതസംഹിതയിൽ നിന്ന് അവർ പുറത്തു വന്നപ്പോൾ ഇന്ന് ആ കണ്ണു തുറക്കുമ്പോൾ അവരായിരുന്ന ആ നിലവാരത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ദൈവം അനുവദിക്കുമ്പോൾ ഒരിക്കലും മുമ്പ് അവരോട് അത് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകത്തില്ലായിരുന്നു. കാരണം മനസ്സിലാകാതിരുന്നതിന്റെ കാരണം അവർ ഇൻടോക്സിക്കേറ്റഡ് ആയിരുന്നു, മത്തുപിടിച്ചിരിക്കുകയായിരുന്നു. ആ മതത്തിന്റെ ഒരു ശക്തി, അതിന്റെ ഒരു ആകർഷകം, ഒരു ശക്തി ഉണ്ടായിരുന്നു. എന്നാല് നമ്മൾ താഴോട്ട് വായിക്കുന്നുണ്ട്, ഈ മൃഗം ഈ സ്ത്രീയെ ദോഷിച്ചിട്ട് അവളെ നഗ്നമാക്കി കളയും എന്ന് പറഞ്ഞാൽ ദൈവം വെച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് അല്പം കൂടെ ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാം. പീഡന കാലഘട്ടത്തിന്റെ മധ്യത്തിൽ അന്തിക്രിസ്തു അവളെ നശിപ്പിച്ചു കളയും, ആ മതസംഹിതയെ നശിപ്പിച്ചു കളയും. അവളുടെ പൊന്നും മുത്തും ഒക്കെ അവൻ എടുത്തു കളയും, അവളുടെ ആകർഷകത്വം ഇല്ലാതാക്കി കളയും. ഇന്ന് രാത്രി നമുക്ക് ഓർക്കാം, നമ്മളെ നിർമ്മല കന്യക, വിശുദ്ധ കന്യക, ദൈവത്തോട് ഏറ്റവും എതിർത്ത് നിൽക്കുന്ന ഒരു മതസംഹിത മർമ്മമായി കിടക്കുന്ന ബാബിലോൺ. സാത്താന്റെ തന്ത്രങ്ങൾ എത്ര വലുതാണ്! രാഷ്ട്രങ്ങളിൽ അസ്രിയ, ഈജിപ്റ്റ്, ബാബിലോൺ, മധ്യപാശ്യ, ഗ്രീസ്, ഇങ്ങനെ സാമ്രാജ്യങ്ങളുടെ കടന്നു വന്ന് റോമിൽ അതെത്തി. റോമിൽ നമ്മളെ ചിന്തിച്ചുകൊണ്ടിരുന്ന പോലെ റോമൻ ചക്രവർത്തിമാർ ഈ മതത്തിന്റെ നേതാക്കന്മാരായി. അവരതിനെ നിഷേധിച്ചപ്പോൾ റോമൻ സഭയുടെ, ക്രിസ്ത്യ സഭയുടെ തലവനായ ബിഷപ്പ് ആ സ്ഥാനം ഏറ്റെടുത്ത് ക്രിസ്ത്യ സഭയ്ക്കുള്ളിലോട്ട് ഇത് കടന്നു വന്ന് അങ്ങനെ ഒരു മതസംഹിത സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുന്നു. മർമ്മം, മിസ്റ്ററി, ബാബിലോണിന്റെ മർമ്മം ഇതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നു. വളരെ വ്യക്തമായി ഈ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ ദൈവം നമ്മളെ അനുവദിക്കുന്നു, വെളിപ്പെടുത്തുന്നു. ദൈവം നമ്മളെ കൂടുതലായി സഹായിക്കുകയും അവനോട് വിശ്വസ്തരായി നിർമ്മലരായി ജീവിക്കുകയും ചെയ്യുവാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കും.